ഇതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഓപ്പൺ ബോക്സും അതുപോലെ ഇത് അസംബിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഓപ്പൺ ബോക്സ് വീഡിയോസ്, അതുപോലെ കുക്കിംഗ് വീഡിയോസ്, പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഹൈ ലെവലിലുള്ള ഒരു വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ചാനലിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വില വരുന്നത്, ഈ ഒരു ഗ്രില്ലിൻ്റെ വില വരുന്നത് ഏകദേശം 50,000 രൂപയുടെ അടുത്താണ്. അപ്പം ഈ ഗ്രില്ല് ഹൈടെക് ആണ്, പുതിയ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മുടെ പഴയ ഗ്രില്ലിൻ്റെ വീഡിയോ, അതായത് നമ്മൾ സ്റ്റേക്കൊക്കെ ചെയ്ത വീഡിയോസിലൊക്കെ നമ്മൾ പഴയ ഗ്രില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചാർക്കോൾ അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ഗ്രില്ലാണ്. പക്ഷേ ഇത് നമ്മുടെ ഫോണിൽ ആപ്പ്, അതുപോലെ വൈഫൈ കണക്ടിവിറ്റി, അതുപോലെയുള്ള പല പുതിയ ടെക്നോളജിയും ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് കണ്ടില്ലേ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം നമുക്ക് ആദ്യം അസംബിൾ ചെയ്യാം. എന്നിട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ അടുത്ത വീഡിയോസിലൊക്കെ കൂടുതൽ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഗ്രില്ലിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് ആദ്യം അസംബിൾ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് സീ ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന്. അല്ല, വലിയ ബോക്സ് അല്ലേ? ഇത് ഏകദേശം ഫുള്ളി അസംബിൾഡാണ്. ഗൈസ്, മേളത്തേത് നമുക്ക് ഇവിടുന്ന് പൊക്കി വിടാം. അടിപൊളി. ഓ, അകത്ത് വേറൊരു ബോക്സ്. സ്റ്റാർട്ട് ഹിയർ. ഓ, എൻ്റെ പൊന്ന്, ഇത് കുറേ സാധനം ഉണ്ടല്ലോ. ഈ 4 ബുക്ക് തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓഹോ, ഇതാണോ അസംബ്ലി വേണ്ടെന്ന് പറഞ്ഞത്? അസംബ്ലിക്ക് വേണ്ടി അവർ ഓൾറെഡി സ്ക്രൂ ഡ്രൈവറും അതിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഗൈസ്. ഉള്ളിലുള്ള സാധനം കണ്ടോ, ഇത് കൊള്ളാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് നേരം എടുക്കുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഒത്തിരി പേർക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇതെന്താ സംഭവം, ഒരു വീലൊക്കെ ഉണ്ട്, ചിലപ്പോൾ 2 കാണുമായിരിക്കും. അതുപോലത്തെ തന്നെ വേറൊരു സാധനമുണ്ട്, അതാണെന്ന് തോന്നുന്നു അതിൻ്റെ ബേസ് 2 സൈഡും വരുന്നത്. ഗ്രില്ലിൻ്റെ കവറ്. ഇതുപോലത്തെ 2 സാധനമുണ്ട്, കണ്ടില്ലേ. അങ്ങനെ രണ്ടാമത്തെ സാധനം ഉണ്ട്. ഇത് 2 ആണെന്ന് തോന്നുന്നു. ഈ ഗ്രില്ല് കണ്ടില്ലേ, ഈ പടം നമുക്ക് തിരിച്ചിടാം. പടം കാണാൻ എളുപ്പമുണ്ടല്ല. കണ്ടില്ല, ഇതാണ് അതിൻ്റെ പടം വന്നിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ സൈഡ് 2 ആണ് ഇത് ഇവിടെ കാണുന്ന ഈ സംഭവം, കണ്ടോ. സൈഡ് 2 ആണിത്. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. ഇതാന്ന് തോന്നുന്നു മെയിൻ സംഭവം. കണ്ടോ, ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ അസംബ്ലിയുടെ പ്രോസസ്സിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം പകുതിയാകുമ്പോൾ എത്രയാണ്. അതുപോലെ അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ച് അസംബിൾ ചെയ്തെടുക്കണം. കുറച്ച് നേരം എടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഏതായാലും നമുക്ക് ഇടയ്ക്ക് വെച്ച് ഒന്ന് നോക്കാം എവിടം വരെ ആയെന്ന്. ഇതുണ്ടോ ഗൈസ്, ഇതാണ് അവരുടെ വി വാണ്ട് ടു താങ്ക് യു ഫോർ ചൂസിങ്. അവരുടെ ഒരു സിഇഒയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അസംബ്ലി ഗൈഡാണ്. ഇതെങ്ങനെയാണ് അസംബ്ലി ചെയ്യേണ്ടതെന്നുള്ള ഫുൾ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതുപോലെ അതിൻ്റെ ഫുൾ ഇത് മുഴുവൻ കണ്ടില്ലേ. ഇതാണ് അതിൻ്റെ ഫുൾ പ്രോസസ്സ് വരുന്നത്. ഇത് എന്തൊക്കെ ഉണ്ടാക്കാവുന്നതാണെന്ന് തോന്നുന്നു. അതോ ഹാർഡ് വുഡ്? ഇത് വുഡ് അല്ലേ? വുഡാണോ? പെല്ലറ്റ്. ഓക്കെ. അപ്പോൾ ഇത് വേറെ ലെവലാണ്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ഗൈഡ്. ബ്രിസ്ക്കറ്റ് വേണമെങ്കിൽ, വെൽ വേണമെങ്കിൽ, മീഡിയം വെൽ വേണമെങ്കിൽ, റെയർ വേണമെങ്കിൽ. അടിപൊളി. നമ്മളൊരു പൊളിക്കും ഗൈസ്. ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇനി ഇടുന്നുണ്ട്.
അടിപൊളി. ഓ ഇത് അടിപൊളി സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ബാക്കി ഒന്ന് അസംബിൾ ചെയ്തെടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഗൈസ് നമ്മുടെ ഗ്രില്ലിൻ്റെ അസംബിളി കഴിഞ്ഞതേ തിരിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇതേണ്ട ഇവിടെ വരുന്നുണ്ട്. അടിപൊളി ഒരു ലുക്കാണ്, കണ്ടില്ലേ സാധനം. ആഹാ. പിന്നെ അതിൻ്റെ കവറാണിത്, വെളിയിലൊക്കെ വെക്കുകയാണെങ്കിലും വെക്കാനുള്ള സംഭവമാണ്. ഏതായാലും ഇനിയും അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ഇതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മളൊരെണ്ണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഇതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അസംബിളിയാണ് കണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഒരു സെയിൽ അല്ലെങ്കിൽ ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫറിന് 50,000 റുപ്പീസിനടുത്താണ് മേടിച്ചിരിക്കുന്നത്. US കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത്. മറ്റേ 2 ടൈപ്പ് ഗ്രില്ലാണ് പ്രൈമറിലി ഉള്ളത്, ഗ്യാസ് ഗ്രില്ലും ചാർക്കോൾ ഗ്രില്ലും. ഗ്യാസ് ഗ്രില്ലിൽ മാത്രമേ നമുക്ക് ചാർക്കോൾ അല്ലെങ്കിൽ കരി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഗ്യാസ് ഗ്രില്ലിൽ നമ്മൾ ഗ്യാസ് കണക്ട് ചെയ്ത് നേരെ ഇത് ചെയ്യണം. ചാർക്കോൾ ഗ്രില്ലിലാണ് നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഗ്യാസ് ഗ്രില്ലിലാണ് ഫയറിന് കൺട്രോൾ ഉള്ളത്. ഇത് പെല്ലറ്റ് ഗ്രില്ലെന്ന് പറയും. പെല്ലറ്റ് ഗ്രില്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വുഡ് ആണ് ബേൺ ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്പ് വെച്ച് കണക്ഷനുണ്ട്. അപ്പം നമുക്ക് ഏത് ടെമ്പറേച്ചർ വേണമെങ്കിലും കണക്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് പോകാം. അതാ ടെമ്പറേച്ചർ കുക്ക് ചെയ്തോളൂ. പിന്നെ ഈ പെല്ലറ്റ് തീരുവാണെങ്കിൽ ഇത് നമുക്ക് ആപ്പ് വഴി ഇൻഫോം ചെയ്യും. പെല്ലറ്റ് തീരാതെ നമ്മൾ ഒന്ന് അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ മണിക്കൂറുകൾ ഇത് കുക്ക് ചെയ്തിടുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് പോയാൽ മതി. സാധനം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ അറിയിച്ചു. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രിൽ മച്ചാൻ. ഇതിൻ്റെ ഹീറ്റിംഗ് സോഴ്സ് വരുന്നത് പെലറ്റ്സ് ആണ്, ബാർബിക്യൂ ഹാർഡ്വുഡ് പെലറ്റ്സ്. ഇത് വരുന്നത് അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി ഇച്ചിരൂടെ കട്ടിയാക്കി, കണ്ടില്ല ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഗ്യാസ് ഉണ്ട്, പിന്നെ ഉള്ളത് ചാർക്കോളാണ്. ഈ ഗ്രില്ലിന് വരുന്നത് പെലറ്റ്സ് ആണ്. തള്ളി 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 ഇവിടെ വരികയാണ്. അതെല്ലാം തന്നെയാണ്, നമ്മളെല്ലാം ആപ്പിലൂടെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിത് വെയിറ്റ് ചെയ്ത് വരുന്നത്. ഇതിപ്പോൾ ആദ്യം സീസൺ ചെയ്യണം നമ്മുടെ ഗ്രില്ല്. ആദ്യം സീസൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പെല്ലറ്റ്സ് വീണ് തുടങ്ങി. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ റിവ്യൂ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടുതൽ റെസിപ്പീസും കാര്യങ്ങളും, നമ്മൾ സ്റ്റേക്ക് ചെയ്ത ആ വീഡിയോ ഇല്ലേ, മറ്റേ പഴയ ഗ്രില്ലല്ലേ, അതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസ് പലതും നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.